ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സവാദ് വീണ്ടും അറസ്റ്റിലായിരിക്കുകയാണ്. സവാദിനെ നമുക്കൊക്കെ അറിയാം. ഒരു 2 വർഷം മുൻപ് KSRTC ബസ്സിൽ വെച്ചിട്ട് യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം അഥവാ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന് പറഞ്ഞിട്ട് അറസ്റ്റിലായ വ്യക്തിയായിരുന്നു സവാദ്. നെടുമ്പാശ്ശേരി വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അവിടെ വെച്ചിട്ട് ബസ്സിൽ വെച്ചിട്ട് യുവതിക്ക് നേരെ ഇയാൾ കുറേ സമയത്തോളം മോശമായ രീതിയിൽ പെരുമാറിക്കൊണ്ടിരുന്നു. അവസാനം യുവതി പ്രതികരിച്ചു. ആ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ ഇദ്ദേഹത്തിനെ തടഞ്ഞു വെച്ചു. ബസ്സൊക്കെ നിർത്തി. ബഹളായപ്പോൾ ബസ് നിർത്തി തടഞ്ഞു വെച്ചു. ഇയാൾ ഞാനിങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇയാളെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി. കണ്ടക്ടറും കൂടെ ഇറങ്ങി അദ്ദേഹത്തിനെ പിടിക്കാനും തടയാനും ഒക്കെ ശ്രമിച്ചു ആ മനുഷ്യൻ. പക്ഷേ ഈ സവാദ് എന്ന് പറയുന്ന വ്യക്തി നിന്നില്ല. അയാൾ ഓടി രക്ഷപ്പെട്ടു. പക്ഷെ ഇതിന്റെ വീഡിയോ വ്യക്തമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നു. അപ്പോൾ ഇത് ഇന്ന വ്യക്തിയാണ്, സവാദ് എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് മനസ്സിലായി. അങ്ങനെ ഇയാൾ അറസ്റ്റിലായി. അപ്പോൾ ഇത് വിശദീകരിച്ചുകൊണ്ട് ഇതിന് ഇരയായ യുവതി സമൂഹ മാധ്യമങ്ങളിലൊക്കെ വരണ്ടായി. അന്ന് അവർ ധരിച്ചിരുന്ന വസ്ത്രം ഒരു സ്ലീവ്ലെസ് ടോപ്പായിരുന്നു. അപ്പോൾ അതിന്റെ അടിയിൽ വന്നിട്ട് വളരെ മോശമായ കമന്റുകൾ വന്നു. ഇങ്ങനെ വസ്ത്രം ധരിച്ച് ആരാണെങ്കിലും ചെയ്യില്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കമന്റുകൾ വന്നു. ആ യുവതി ഒരു മോഡലായിരുന്നു. പേര് നന്ദിത ശങ്കര എന്നായിരുന്നു. അങ്ങനെ ആ യുവതിയുടെ ഇൻസ്റ്റഗ്രാമിലും ആ യുവതി ഉപയോഗിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം വളരെ മോശമായിട്ടുള്ള കമന്റുകൾ വന്നു. എന്തായാലും കേസ് തന്നെയായിരുന്നു. സവാദ് അറസ്റ്റിലായി. സവാദ് ജയിലിൽ പോയി. ഈ യുവതി പുറത്ത് ഒരുപാട് വെർബൽ അബ്യൂസിന് അല്ലെങ്കിൽ ആളുകൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് മോശമായ കമൻ്റ് ഇട്ടിട്ടും ഒരു സൈബർ അറ്റാക്കിന്, സൈബർ റേപ്പിന് ഒരു ഇരയായ പോലെ ഉള്ള അവസ്ഥയായിരുന്നു അന്ന്. പ്രമുഖരൊക്കെ വന്നിട്ട് ഈ യുവതിയെ മോശമാക്കി പറയുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായി. സവാദ് അറസ്റ്റിലായിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ, ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഈ സവാദിനെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന സവാദിനെ ആദരിക്കുകയുണ്ടായി. പൂമാലയൊക്കെ ഇട്ടിട്ട് നീ ഒരിക്കലും വിഷമിക്കേണ്ട മോനെ, ഞങ്ങളെല്ലാവരും നിന്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അജിത് വട്ടിയൂർക്കാവ് എന്നൊക്കെ പറയുന്ന അതിൻ്റെ നേതാവും അതിൻ്റെ കുറേ അണികളും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ മനുഷ്യനെ ഒരു ആദരിക്കുകയുണ്ടായി. ഒരു ഏറ്റവും അശ്ലീലമായിട്ടുള്ളൊരു കാഴ്ച എന്ന് നമുക്കതിനെ പറയാം. പണ്ടൊക്കെ നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ നിന്നിട്ട് ഈ നഗ്നപ്രദർശനം നടത്തുന്ന ഓരോരോ അമ്മാവന്മാരെ കണ്ടിട്ടുണ്ട്. നമ്മൾ സ്കൂളിൽ കോളേജിലൊക്കെ പോകുന്ന കാലത്ത് അവരെ നമ്മൾ എത്ര മോശമായിട്ടാണ് ചിത്രീകരിച്ച് കണ്ടിരുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കണ്ടാൽ കുറച്ച് ഗെറ്റപ്പ് ഉണ്ട് എന്നുള്ളതിലാണോ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതോ ഇതൊക്കെ ആണുങ്ങൾക്ക് കാണിക്കാനുള്ളതെന്നാണോ ഉദ്ദേശിക്കുന്നത്? എന്തായാലും ഇവര് അങ്ങനെ ഒരു വലിയ സ്വീകരണമൊക്കെ കൊടുത്ത് സവാദിനൊരു വിശുദ്ധനായിട്ട് അങ്ങ് മാറ്റി. ഈ പുറത്തിറങ്ങി വരുന്ന സവാദ് വരെ അന്തം വിട്ടു നിന്നു. ഇതെന്താ ഞാൻ ഈ കാണുന്നതെന്നുള്ള ഭാവത്തിൽ, ഇനി ഞാൻ ചെയ്ത വലിയ പുണ്യപ്രവൃത്തിയായിരുന്നോ എന്നൊക്കെ ഉള്ള ഭാവത്തിൽ അയാൾ അന്തം വിട്ടു നിൽക്കുന്നൊരു വീഡിയോ വരെ ഉണ്ടായിരുന്നു. അയാൾക്ക് മനസ്സിലായില്ല അവിടെ എന്താ സംഭവിക്കണമെന്ന്. അങ്ങനെ പൂമാലയൊക്കെ ഇട്ട് അദ്ദേഹത്തിനെ സ്വീകരിച്ചു. അത് കഴിഞ്ഞ് കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ 2 വർഷം ഈ പെൺകുട്ടി, ഈ പരാതി കൊടുത്ത പെൺകുട്ടി സമൂഹ മാധ്യമങ്ങളിൽ അതിടുന്ന ഓരോ ഫോട്ടോയ്ക്കിടയിലും മോശം കമന്റുകൾ കണ്ടും വിഷമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ആ കുട്ടി ഈ സവാദിനെതിരെയും കേസ് കൊടുത്തു. മോശമായിട്ട് ഏറ്റവും കൂടുതൽ ഈ കുട്ടിയെ ഹരാസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഷംസീർ, അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഷംസാദോ എന്തോ ഒരു വ്യക്തിക്കെതിരെയും ഈ കുട്ടി വലിയ പരാതി കൊടുത്തു. ആ വ്യക്തി, ഈ പരാതി കൊടുക്കപ്പെട്ട ആ വ്യക്തി ഈ കുട്ടിയുടെ ഫോട്ടോസ് സമൂഹ മാധ്യമങ്ങളിലെടുത്ത് വളരെ മോശമായ വീഡിയോസ് ചെയ്ത് ഏകദേശം 25ഓളം വീഡിയോ ഉണ്ടായി. അയാൾക്കെതിരെയും ഈ പെൺകുട്ടി പരാതി കൊടുത്തു. 2 വർഷം കേസല്ലേ, കുറേ വർഷങ്ങൾ കടന്നു പോകും. ഈ കേസും അങ്ങനെ കുറേ വർഷങ്ങൾ കടന്നുപോയി. 2 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഈ വിശുദ്ധനാക്കപ്പെട്ട സവാദ് വീണ്ടും ഇതേ കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. അയാൾ KSRTC ബസ്സിൽ വേറെ യുവതിക്ക് നേരെ അശ്ലീല പ്രദർശനം നടത്തി. അതിൻ്റെ വിഷ്വൽസ് എന്ന് വെച്ചാൽ CCTV വിഷ്വൽസ് പുറത്തു വന്നു. ഇയാൾ തൃശ്ശൂരുള്ള ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് മലപ്പുറത്ത് പോകുന്ന KSRTC ബസ്സായിരുന്നു അത്. അതിലെ നടന്നു വരുന്നൊരു പെൺകുട്ടിയെ ഇയാൾ നോക്കുന്നു. ആ പെൺകുട്ടിയെ ഇയാൾ ഫോളോ ചെയ്യുന്നു. ആ പെൺകുട്ടിക്കെതിരെ തന്നെയാണോ ഇയാൾ ഈ നഗ്ന പ്രദർശനം നടത്തിയെന്ന് അറിയില്ല. എന്തായാലും KSRTC ബസ്സിനുള്ളിൽ കയറിയ ശേഷം ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തി. ഈ യുവതി അവിടെ പോലീസുകാരോട് അവിടെ വെച്ച് തന്നെ പരാതിപ്പെട്ടു. ഈ ആള് പേരാമ്പ്ര ഭാഗത്തെത്തിയപ്പോൾ ഇറങ്ങി ബസ്സിൽ നിന്ന് പഴയതുപോലെ തന്നെ ഇറങ്ങി ഓടി. പോലീസ് കേസായി അന്വേഷിച്ചു. ഇയാളെ പൊള്ളാച്ചി വെച്ച് അറസ്റ്റ് ചെയ്തു. CCTV ദൃശ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് സവാദ് പറഞ്ഞ ആളാണ്. ഇയാൾ മുൻപും സമാന കേസിൽ പ്രതിയായിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇനി ഈ ആദരിച്ചത് വലിയ കാര്യമെന്ന് കരുതിയിട്ട് ഇയാൾ വീണ്ടും ഇത് ചെയ്താണോ എന്തായാലും അറിയില്ല. ഇതിനെയൊക്കെ ആദരിക്കാൻ പോയ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ലജ്ജിക്കണം എന്നേ പറയാനുള്ളൂ. എന്തായാലും ഇദ്ദേഹത്തിനെ വീണ്ടും അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. ഈ പെൺകുട്ടി
ആദ്യം കേസ് കൊടുത്തിട്ടുള്ള പെൺകുട്ടി വീണ്ടും രംഗത്ത് വന്നു. ഇയാൾക്കെതിരെ ഒരുപാട് പരാമർശം, ഇയാൾ കാരണം കഴിഞ്ഞ 2 വർഷം കൊണ്ട് ആ കുട്ടി അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയ അറ്റാക്കുകളെയും കുറിച്ച് ഈ കുട്ടി സംസാരിക്കുകയുണ്ടായി. ഇതൊരു തരം മാനസിക രോഗമാണ്, വൈകല്യമാണ്, തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണോ, അതോ ഈ പറയുന്ന മെൻസ് അസോസിയേഷൻ്റെ ആളുകളൊക്കെ ഇതേ പ്രവൃത്തി ചെയ്യുന്ന ആളുകളായതുകൊണ്ടാണോ ഇവരിതിനെ സപ്പോർട്ട് ചെയ്തതെന്ന് നമുക്കറിയില്ല. ഇതേ കേസ് ഇപ്പോൾ ഒരു ശ്രീത് രവി എന്ന് പറയുന്ന സിനിമാ താരം ഇതേപോലത്തെ ഒരു കേസിൽ 2 വട്ടം അറസ്റ്റിലായിട്ടുണ്ട്. ഇതൊരു തരം മാനസിക രോഗമാണ്. ശ്രീത് രവി 8 വർഷം മുൻപ് സ്കൂൾ കുട്ടികൾക്കെതിരെ നഗ്നാപഹസനം നടത്തി എന്ന് പറഞ്ഞൊരു കേസിൽ അറസ്റ്റിലാവുണ്ടായി. അന്ന് നമ്മൾ ഇയാൾ വലിയ നടനല്ലേ, അല്ലെങ്കിൽ വലിയ നടൻ്റെ മകനല്ലേ എന്നൊക്കെ കരുതിയിട്ട് ആളുകൾ ഇയാളെ ഭാഗം കൂടെ സപ്പോർട്ട് ചെയ്ത് പറയുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷം മുൻപ് ഇതേപോലെ തന്നെ കുട്ടികൾക്കെതിരെ നഗ്നതാപ്രദർശനം നടത്തി എന്നുള്ള പേരിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ വീണ്ടും കേസെടുത്തു. അതൊരു മാനസിക രോഗമാണ്. അതുകൊണ്ടാണ് ഇത് നമ്മൾ ഇയാൾ അറസ്റ്റ് ചെയ്തുകൊണ്ടോ പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടോ ഇതിൽ മാറ്റം ഉണ്ടാവുമോ അറിയില്ല. ഇതൊരു തരം മാനസിക രോഗമാണ്, തിരിച്ചറിയണം. ഒരു തവണ അത് ചെയ്ത വ്യക്തി അയാൾക്കന്ന് ആദ്യമായിട്ട് അബദ്ധം പറ്റിയൊന്നല്ല, അത് അയാളുടെ മാനസിക വൈകല്യമാണ്. എന്നിട്ട് നമ്മൾ ഇയാളുടെ ഇരയുടെ ഒപ്പം നിൽക്കാതെ ഇയാളുടെ ഒപ്പം നിൽക്കുന്ന ഒരു വലിയ വേറെ കൂട്ടം മാനസിക രോഗികളാണ് നമ്മളെ ഇടയിലുള്ളത്. ഇപ്പം നമുക്ക് അറിയാം, ഇത് കുറേ വർഷം മുൻപ് ഒരു കേസ് ഉണ്ടായിരുന്നു. സിനിമാ നടി ശ്വേതാ മേനോൻ കൊല്ലത്തൊരു വള്ളംകളി മത്സരത്തിൽ മുഖ്യ അതിഥിയായിട്ട് വരികയുണ്ടായി. അപ്പം നമ്മളെ പ്രശസ്തനായ MLA നമ്മളെ പീതാംബരക്കുറുപ്പ് ശ്വേതാ മേനോനോട് മോശമായിട്ട് പെരുമാറി. എന്ന് വെച്ചാൽ അടുത്ത് നിന്ന് മുട്ടിയുരുമ, കൈകൊണ്ട് മോശമായിട്ട് സ്പർശിക്കുക. ആ ചടങ്ങ് കഴിയുന്നവരെ ശ്വേതാ മേനോൻ ഇയാളുടെ മോശമായിട്ടുള്ള പ്രവൃത്തി അനുഭവിച്ചുകൊണ്ടിരുന്നു. ആ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ശ്വേതാ മേനോൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ മോശമായിട്ടുള്ള അനുഭവം പീതാംബരക്കുറുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് പറഞ്ഞു. അന്ന് ആ ഒരു നിമിഷം മുതൽ ശ്വേതാ മേനോൻ ജനിച്ച കാലം മുതൽ, അല്ലെങ്കിൽ ശ്വേതാ മേനോൻ സിനിമയിലോ മോഡലിങ്ങിലോ വന്ന കാലം മുതൽ അവരഭിനയിച്ചിട്ടുള്ള കോണ്ടത്തിൻ്റെ പരസ്യം, അവരഭിനയിച്ചിട്ടുള്ള ബ്രേസിയറിൻ്റെ പരസ്യം തുടങ്ങി സകല പരസ്യങ്ങളും അവരഭിനയിച്ചിട്ടുള്ള മോശം സീനുകളും എടുത്തിട്ട് ഇവിടുത്തെ ജനങ്ങൾ അവരെ മോശമായിട്ട് ചിത്രീകരിച്ചു. ഇങ്ങനെ ചെയ്യുന്നവർക്ക് എന്താ മറ്റുള്ളവർ പിടിച്ചാൽ ഇത്ര പ്രശ്നം, പീതാംബരക്കുറിപ്പ് പിടിച്ചാൽ എന്താ പ്രശ്നം, പീതാംബരക്കുറിപ്പ് അങ്ങനെയൊന്നും ചെയ്യില്ല, പീതാംബരക്കുറിപ്പ് അങ്ങനെ ചെയ്യില്ല എന്ന് പറയാൻ ഇവരാരാണ്? ഓരോ മനുഷ്യൻ്റെ മനസ്സിൽ എന്തായിരിക്കുന്നത്, അവരുടെ മാനസിക വൈകല്യം എന്താണെന്നൊക്കെ ഈ ജനങ്ങൾക്ക് അറിയും. എന്തായാലും അന്ന് ശ്വേതാ മേനോൻ അത്രയും മോശമായിട്ടുള്ള ആളുകളുടെ അറ്റാക്ക് നേരിട്ടു. ശ്വേതാ മേനോൻ അവസാനം എനിക്ക് പരാതിയൊന്നുമില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത്രയും തകർന്ന രീതിയിൽ ആ സ്ത്രീ പിൻവാങ്ങി നിന്ന്. അപ്പോൾ നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ ഇരയ്ക്കൊപ്പം അല്ല നിൽക്കുന്നത്, വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മളുടെ കൂടുതലുള്ളത്. ഈ പറഞ്ഞ പെൺകുട്ടി ആദ്യം അബ്യൂസിനിരയായ ഈ പെൺകുട്ടി ചാനലിൽ വന്നിട്ട് ഞങ്ങനെ അത്ര ബുദ്ധിമുട്ട് സഹിച്ചു പറയുമ്പോൾ ഈ സ്വീകരണം കൊടുത്ത അജിത്ത് വട്ടിയൂർക്കാവ് പറയുകയാണ്, അത് അദ്ദേഹം കുറ്റക്കാരനല്ലല്ലോ, അദ്ദേഹം പ്രതിയാക്കപ്പെട്ടു എന്നല്ലേ ഉള്ളൂ, അയാൾ ആരോപിതം മാത്രമല്ലേ എന്ന് പറയുന്നൊരവസ്ഥ നമ്മൾ പല കേസുകളിലും കണ്ടിട്ടുണ്ട് അല്ലേ. ആരോപിതന പണ്ടൊക്കെ നമ്മൾ ഒരാളെ അറസ്റ്റ് ചെയ്താൽ അയാളെ നമ്മൾ പ്രതിയായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ തെളിവ് പൊതുവേ കോടതി എന്ന് പറഞ്ഞാൽ തെളിവിൻ്റെ അഭാവത്തിൽ പല കുറ്റവാളികളെയും വെറുതെ വിടുന്ന ഒരവസ്ഥ ഉണ്ട്. കാരണം തെളിവാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത്. എന്നിട്ട് അങ്ങനത്തെ അവസ്ഥയിൽ പുറത്ത് വിടുന്ന ഒരാൾ പ്രതിയല്ല എന്ന് പറയാൻ പറ്റില്ല, അയാൾ തെളിവുകളുടെ അഭാവത്തിൽ പുറത്തു പോയി, അങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷേ അജിത്ത് വട്ടിയൂർക്കാവൊക്കെ പറയുന്നത് കേട്ടാൽ ഒരാൾ പ്രതിയായാൽ അയാൾക്ക് യാതൊരു കുറ്റമില്ല, അയാളെ നമ്മളൊന്നും പറയാൻ പാടില്ല. എന്നാൽ പരാതി കൊടുത്ത വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി ഭയങ്കര കുറ്റക്കാരിയാണ് എന്നുള്ള ഭാവത്തിലാണ് ഇവരൊക്കെ പെരുമാറിയത്. ഇതൊരു മാനസിക രോഗമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. ഈ നഗ്നതാ പ്രദർശനം എന്ന് പറയുന്നത് ഒരു മാനസിക രോഗമാണ്. എക്സിബിഷനിസ്റ്റിക് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു മാനസിക രോഗമാണ്. ഇതൊരു തരം പാരാഫിലിക് ഡിസോർഡറാണ്, അഥവാ രതിവൈകൃതമാണ്. അത് തിരിച്ചറിയാനുള്ള വിവരം ഇവരെയൊക്കെ ആദരിക്കാൻ പോകുന്നുണ്ടല്ലോ, ഈ വട്ടിയൂർക്കാവ് അജിത്ത് എന്ന് പറയുന്ന ആൾ, അങ്ങനെയുള്ള ആളുകൾ, അവരുടെ അണികൾ ഒക്കെ. അതേപോലെ ഇതിൻ്റെ ഇടയിൽ മോശമായ കമൻ്റ് ഇടുന്ന മാനസിക രോഗികളുണ്ടല്ലോ, അവർ ഒക്കെ തിരിച്ചറിയണം. അല്ലാതെ ഇയാൾക്ക് ഇത് ഒറ്റ നിമിഷത്തിൽ പറ്റിയ ഒരു അബദ്ധം അങ്ങനെയൊന്നും ഇതിനെ കാണാൻ പാടില്ല. ഇതൊരു തരം മാനസിക രോഗം തന്നെയാണ്. എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ആ സ്ത്രീയുടെ ഡ്രസ്സിങ് വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കുന്ന പലരെയും കാണാറുണ്ട്. ഇപ്പോൾ ഈ ശ്രീത് രവിയുടെ കേസിലാണെങ്കിൽ അയാളും സ്കൂൾ കുട്ടികളോടാണ് ഈ മോശമായിട്ടുള്ള പ്രവൃത്തി 2 തവണയും ചെയ്തിട്ടുള്ളത്. സ്കൂൾ കുട്ടികളെന്ന് പറഞ്ഞാൽ യൂണിഫോം ഇട്ട് പോകുന്ന കുട്ടികളായിരിക്കും. ആ കുട്ടികളുടെ വസ്ത്രധാരണം മോശമായതുകൊണ്ടാണോ ശ്രീത് രവി മോശമായിട്ട് പെരുമാറിയത്? അപ്പോൾ ഇത്തരം മാനസിക രോഗികളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒരിക്കലെങ്കിലും ചിന്തിക്കണം, ഇതൊരു തരം മാനസിക രോഗമാണ്, അവർക്ക് ചികിത്സ വേണ്ട ഒരു വൈകൃതമാണ്. അല്ലാതെ ഇത് സപ്പോർട്ട് ചെയ്യേണ്ട, അബദ്ധം പറ്റിയ അല്ലെങ്കിൽ പുണ്യപ്രവൃത്തി അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കേണ്ടത്, അവരെ ആദരിക്കേണ്ടത്, പൂമാലയിട്ട് സ്വീകരിക്കേണ്ടത് ഒന്നുമല്ല. ഇതൊരു മാനസിക വൈകല്യം മാത്രമാണ്. ഇതിൽ
ഏറ്റവും കൂടെ നിൽക്കേണ്ടത് ഇരയുടെ ഒപ്പമാണ്, അല്ലാതെ ഈ വേട്ടക്കാരൻ്റെ ഒപ്പമല്ല എന്നുള്ള കാര്യം ഇവർ തിരിച്ചറിയേണ്ടതാണ്. എല്ലാവർക്കും നന്ദി.